എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇത് മംഗളം നേരുന്നു എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ MD രാജേന്ദ്രൻ സാർ എഴുതി ശ്രീ ഇളയരാജ സംഗീതം ചെയ്ത് ശ്രീ കൃഷ്ണചന്ദ്രൻ പാടിയ അല്ലീളം പോ ഇല്ലിമുളം തേനോ എന്ന ഗാനമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ശ്രുതി 2 വിരലിൽ ആണ്. ഈ എന്ന് പറഞ്ഞാൽ 3 കട്ട. രാഗം മധ്യമാവധി, ആദിതാളം. മധ്യമാവധി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വരങ്ങൾ സാരി മാ പ നീ സ സാ നീ പ മാ രി സ. ഇതിൽ സാധാരണ ഗാന്ധാരവും രാജസാറ് ചേർത്തിട്ടുണ്ട് ഇടയ്ക്ക്. അപ്പൊ മെയിനായിട്ട് വരുന്നത് മധ്യമാവധി രാഗം തന്നെ. അപ്പോൾ സാധാരണ ഗാന്ധാരം കൂടി ഞാൻ ചേർത്താണ് വായിച്ചത്, പാട്ടിൽ വരുന്ന പോലെ. അപ്പോൾ 3 കെട്ട 2 വിരൽ 2 ഫിംഗറിൽ ഷഡ്ജമായിട്ടാണ് വായിക്കുന്നത്. ആദ്യം ഒരു ഹമ്മിങ് ഉണ്ട് ആദ്യ താളത്തിൽ. 1 2 3 4 സാ പ സ പ രി ഗ രി സ സാ പ സ പ രി ഗ രി സ. അത് ഹമ്മിങ് ആണ്. ഹമ്മിങ് ആയിട്ടാ വരുന്നത്. അത് കണ്ട് 1 2 3 4 അത് കണ്ട് വീണ്ടും അങ്ങനെ ഒരു തവണ കൂടി വരും. അപ്പോൾ 2 തവണ വരും ആകെ. One, 2, 3, 4. പിന്നെ അതിന്റെ സ്വരം നേരി 1 2 നേരി നീ സ നീ മാ പ. ഒന്നുകൂടി പറയാം. നേരി 1 2 നേരി നീ സ നീ മാ പ. അങ്ങനെ വരും. അപ്പം ഒന്നുകൂടി വായിക്കാം. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് വായിക്കാം. 1 2 3 4. One, 2, 3, 4. ഒരു തവണ വായിക്കാം. 1 2
3, 4. അത് കഴിഞ്ഞിട്ട് ആണ് പല്ലവി വരുന്നത്. ഇതിൻ്റെ ഇടയിൽ മ്യൂസിക് വരും. അത് ഞാൻ എഴുതാൻ സമയം കിട്ടാത്തതുകൊണ്ട് എഴുതി പഠിച്ചില്ല. ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഹമ്മിങ്ങിലാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പല്ലവി വരുമ്പോൾ 1, 2, 3, 4 അല്ലീളം പൂവോ രീമരി പാ നിപ മാ പമ പമ രീമരി പാ അല്ലീളം പാ നിപ മാ പമ പമ പൂവോ രീമരി പാ നിപ മാ പമ അല്ലീളം പൂവോ. 1 റീമ എന്ന് പറയുമ്പോൾ റീമ ഈ ഇതുമേ ടച്ച് ചെയ്യണം. ഒരു ഗൈഡ് ഇതുമേ റീമ രീ പാ നിപ മാ എന്നുള്ള പമ പമ എന്ന് വരും. പറയുമ്പോൾ മാ എന്ന് വരുള്ളൂ. ഇല്ലിമൂളം തേനോ മാപമരി ഗരിസ. അവിടെ ഗ സാധാരണ ഗാന്ധന ഹാഫ് നോട്ട്. രീ ഗരിസ സാ മാപമരി ഗരിസ സാ ഇല്ലിമൂളം തേനോ ഒന്ന് വായിക്കാം. അപ്പൊ അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ അത്ര ചേർന്ന് വായിക്കാം. ഒന്നുകൂടി. അടുത്തത് തെങ്ങില നീരോ തെന്മൊഴിയോ സരി സനി സരി തെങ്ങില സ നീരോ സനി സരി തെങ്ങില നീരോ സരി സനി സരി സരി സനി തെന്മൊഴിയോ തെന്മൊഴി സരി സ നീയോ തെന്മൊഴിയോ തെങ്ങിള നീരോ തെന്മൊഴിയോ ചേർന്ന് വായിക്കാം. ഒന്നുകൂടി. മണ്ണിൽ വിരിഞ്ഞ നിലാവോ പന്നീസനി പനീസനി മണ്ണിൽ വിരിഞ്ഞ നിലാവോ നീ പസ പനീസനി മണ്ണിൽ നീ പസ വിരിഞ്ഞ നിലാവോ ചേർന്ന് പനീസനി നീ പസ മണ്ണിൽ വിരിഞ്ഞ നിലാവോ. റൂട്ടിൽ വരുമ്പോൾ ഒന്നിൽ വായിക്കാം.
തെങ്ങില നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ. ഒന്നുകൂടി. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് വായിക്കാം. ആദ്യത്തെ 2 ലൈൻ അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ എന്നുള്ള 2 പ്രാവശ്യം വരും. പിന്നെ തേങ്ങളി നീരോ എന്നുള്ള 1 പ്രാവശ്യം വരും. എന്നിട്ട് വീണ്ടും അല്ലിയിളം പൂവോ ഇല്ലിമുളം തേനോ അത് 1 തവണ കൂടി വരും. അങ്ങനെയാണ് പല്ലവിയുടെ ഓർഡർ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് വായിക്കാം. 1 2 3 4. ഇതാണ് പല്ലവിയുടെ സ്വരങ്ങൾ. ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. കാരണം എൻ്റെ ലൈക്കും ഷെയറിങ്ങും സബ്സ്ക്രൈബും എല്ലാം വളരെ കുറവാണ്. അപ്പോൾ അത് നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ മാത്രമേ എനിക്ക് അത് സന്തോഷമായിട്ട് ഈ പ്രോഗ്രാം മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് എന്നെ സഹായിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ അനുബലവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും വീണ്ടും നമസ്കാരം. താങ്ക് യു.